KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ലെഫ്റ്റ് സൈഡിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് ഫ്രെയിമിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും റൈറ്റ് സൈഡിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് ഫ്രെയിമിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട മെയിൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്ക്രീനിന്റെ മധ്യഭാഗത്ത് താഴെയായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ലെറ്ററിംഗ് എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കേഴ്സിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവയിൽ നിന്നും ഹോളോഗ്രാഫിക് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. മെനു ബോക്സിൽ നിന്നും സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഹോളോഗ്രാഫിക് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ ലെറ്ററിംഗ് എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ഈ ലെയർ സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ കോഡ്സ് എൻ്റർ ചെയ്യുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. കവറേജ് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഇമോജികൾ സെലക്ട് ചെയ്യുക. ഈ ലെയർ ടെക്സ്റ്റ് ലെയറിന് താഴെയായി കൊണ്ടുവന്ന് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് റൈറ്റ് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ 2 ലെയറുകളും 2-3 ഭാഗങ്ങളായി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.